ഇനി നമുക്ക് വാട്ട് ആർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്നാണ് നോക്കേണ്ടത്. ഈ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഒരു പ്രത്യേക കാര്യം നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ടൈമിലേക്ക് വേണ്ടി മാത്രമായിട്ടോ നടത്തുന്നതാവാം. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് വരുന്നത്. 2 ടൈപ്പ് ഓഫ് പാർട്ട്ണർഷിപ്പാണ് വരുന്നത്. ഒന്ന് പാർട്ട്ണർഷിപ്പ് അറ്റ് വില്ല്, സെക്ഷൻ 7 പറയുന്നത്. അടുത്തത് പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ്, സെക്ഷൻ 8 അതിനെക്കുറിച്ച് പറയുന്നത്. സെക്ഷൻ 7 പറയുന്ന പാർട്ട്ണർഷിപ്പ് അറ്റ് വില്ല് എന്താണെന്ന് നോക്കാം. Where there is no provision is made by contract between the partners for the duration of their partnership or for the determination of their partnership, the partnership is partnership at will. അതായത് പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൽ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എത്ര നാളത്തേക്കാണ് ഈ പാർട്ട്ണർഷിപ്പ് ഫേം നിലനിൽക്കേണ്ടത്, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്താൽ ഈ പാർട്ട്ണർഷിപ്പ് ഇവരോടുകൂടി അവസാനിക്കുന്നു, അങ്ങനെയുള്ള രീതിയിൽ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പാർട്ട്ണർഷിപ്പിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ എന്ന് പറയുന്നത്. പക്ഷേ ഇതിന് 2 കണ്ടീഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദർ ഈസ് നോ എഗ്രിമെൻറ്റ് എബൌട്ട് എ ഫിക്സഡ് പീരീഡ് ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ്. ഒരു ഫിക്സഡ് പീരീഡ് ഈ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൽ മെൻഷൻ ചെയ്യാൻ പാടില്ല. രണ്ടാമത്തത് നോ പ്രൊവിഷൻ വിത്ത് റിഗാർഡ് ടു ദ ഡിറ്റർമിനേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. ആദ്യം പറഞ്ഞ പോലെ ഇന്ന കാര്യം ചെയ്തു കഴിഞ്ഞെന്ന് വരെ പാർട്ട്ണർഷിപ്പ് ഫേം എന്നും പറയാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ. ഇനി സെക്ഷൻ 8 പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. എ പേഴ്സൺ മേ ബിക്കം എ പാർട്ട്ണർ വിത്ത് അനദർ പേഴ്സൺ ഇൻ പെർട്ടിക്കുലർ അഡ്വഞ്ചർ ഓർ അണ്ടർടേക്കിംഗ്. എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യം നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാർട്ട്ണർഷിപ്പിൽ കുറച്ച് പേര് എൻറ്റർ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദ സെഡ് വെഞ്ചർ ഓർ ആക്ടിവിറ്റി ദ പാർട്ട്ണർഷിപ്പ് വിൽ ബി ഡിസോൾവ്ഡ്. അപ്പോൾ ആ പറയുന്ന കാര്യം നടത്തി കഴിഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് ഫേം ഡിസോൾവ് ആവുകയാണ്. എന്നാൽ ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറയുന്ന ആക്ടിവിറ്റി അല്ലെങ്കിൽ വെഞ്ചർ അത് കംപ്ലീറ്റ് ആയിട്ടും പാർട്ട്നേഴ്സ് തീരുമാനിക്കുകയാണ് നമുക്ക് ഇതുമായിട്ട് മുമ്പോട്ട് പോകാം എന്നവർ തീരുമാനിച്ചാൽ ദേ ക്യാൻ കണ്ടിന്യൂ ദ സെഡ് പാർട്ട്ണർഷിപ്പ്. എന്നാൽ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ അതോടുകൂടി ആ പാർട്ട്ണർഷിപ്പ് തീർന്നു എന്നാണ് കണക്കാക്കുന്നത്. ഇനി നമുക്ക് ടൈപ്പ് ഓഫ് പാർട്ട്നേഴ്സ് ആണ് നോക്കേണ്ടത്. പല ടൈപ്പ് ഓഫ് പാർട്ട്നേഴ്സ് ഉണ്ട്. അത് ഫസ്റ്റ് വൺ ആണ് ആക്റ്റീവ് പാർട്ട്ണർ ഓർ മാനേജിങ് പാർട്ട്ണർ ഓർ ഓസ്റ്റൻസിബിൾ പാർട്ട്ണർ. ആക്റ്റീവ് പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൽ മണി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ ഈ പാർട്ട്ണർഷിപ്പ് ഫേമിനെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള പല കാര്യങ്ങളും മുമ്പിട്ട് നിന്ന് നടത്തുന്നത് ഈ ആക്റ്റീവ് പാർട്ട്ണർ ആയിരിക്കും. അതുപോലെ ഈ ആക്റ്റീവ് പാർട്ട്ണറിൻ്റെ പേരായിരിക്കും പൊതുസമൂഹത്തിൽ എല്ലാവരും അറിയുന്നത്. അതായത് ഇപ്പോൾ ആരോടെങ്കിലും ചോദിച്ചാൽ ആരാണ് ആ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ആളെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇയാളുടെ പേരോ, അല്ലെങ്കിൽ ഇത് ഒരാൾ തന്നെ ആവണമെന്നില്ല കേട്ടോ, ഒന്നോ അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ അയാളെ ആയിരിക്കാം പൊതുസമൂഹവും അറിയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആക്റ്റീവായിട്ട് ആ പാർട്ട്ണർഷിപ്പ് ഫേമിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെയാണ് നമ്മൾ ആക്റ്റീവ് പാർട്ട്ണർ, മാനേജിങ് പാർട്ട്ണർ ഓർ ഓസ്റ്റൻസിബിൾ പാർട്ട്ണർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു പാർട്ട്ണറിന് ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് റിട്ടയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഹി ഷുഡ് ഗീവ് എ പബ്ലിക് നോട്ടീസ് അബൌട്ട് ദ സെയിം. ഞാനിങ്ങനെ റിട്ടയർ ചെയ്യാൻ പോവാന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള പാർട്ട്നേഴ്സിന് ഒരു പബ്ലിക് നോട്ടീസ് കൊടുത്തിരിക്കണം. ഇങ്ങനൊരു പബ്ലിക് നോട്ടീസ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ റിട്ടയർമെൻറ്റിന് ശേഷവും ഈ ആക്റ്റീവ് പാർട്ട്ണർ ഈ പാർട്ട്ണർഷിപ്പ് ഫേമുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും റെസ്പോൺസിബിൾ ആയിരിക്കും. അപ്പോൾ അതാണ് ആക്റ്റീവ് പാർട്ട്ണർ എന്ന് പറയുന്നത്. ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഒരുപക്ഷെ എല്ലാവരും ആക്റ്റീവ് പാർട്ട്നേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ 1-2 പേരായിരിക്കാം ആക്റ്റീവ് പാർട്ട്ണർ എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെ വേണമെങ്കിലും ആകാം. ഇനി അടുത്തത് ഡോർമെൻറ്റ് ഓർ സ്ലീപ്പിംഗ് പാർട്ട്ണർ. ഇങ്ങനെയുള്ള പാർട്ട്നേഴ്സ് അവരത്ര ആക്റ്റീവ് ഒന്നും ആയിരിക്കില്ല പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ കാര്യങ്ങളിൽ. പക്ഷെ മറ്റ് പാർട്ട്നേഴ്സിൻ്റെ ഒപ്പം തന്നെ ഇവർ ഈ പാർട്ട്ണർഷിപ്പ് ഫേമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം റെസ്പോൺസിബിൾ ആയിരിക്കും. അതുപോലെ മറ്റ് പാർട്ട്നേഴ്സിനെ പോലെ ഈ ഡോർമെൻറ്റ് പാർട്ട്ണർ ആണെങ്കിലും അയാളുടെ ഷെയറൊക്കെ ഈ പാർട്ട്ണർഷിപ്പ് ഫേമിന് വേണ്ടി കൊടുക്കുന്നുണ്ടാവും. അതുപോലെ ഫേമിൽ ഉണ്ടാവുന്ന പ്രോഫിറ്റും ലോസസും ഒക്കെ അവർ ഷെയറും ചെയ്യുന്നുണ്ടാവും. പക്ഷെ ആക്റ്റീവ് അല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇങ്ങനെയൊരു പാർട്ട്ണർ റിട്ടയർ ആവുമ്പോൾ ഒരു പബ്ലിക് നോട്ടീസിൻ്റെ ആവശ്യമൊന്നുമില്ല. അടുത്തത് നോമിനൽ പാർട്ട്ണർ. നോമിനൽ പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ ആക്റ്റീവ് ആയിരിക്കില്ല, ഒട്ടും തന്നെ ഈ പാർട്ട്ണർഷിപ്പിൻ്റെ കാര്യങ്ങളിൽ ഇൻവോൾവ്ഡ് ആയിരിക്കില്ല. ജസ്റ്റ് അങ്ങനെ ഒരാളുണ്ട് എന്ന് മാത്രമായിരിക്കും, പേരിൽ അങ്ങനെ ഒരു പാർട്ട്ണർ ഉണ്ട് എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ നോമിനൽ പാർട്ട്ണർ എന്ന് പറഞ്ഞ ആൾ ചിലപ്പോൾ പാർട്ട്ണർഷിപ്പ് ഫേമിന് വേണ്ടി കോൺട്രിബ്യൂഷൻസ് പോലും കൊടുക്കുന്നുണ്ടാവില്ല. പ്രോഫിറ്റ് ആൻഡ് ലോസസിൻ്റെ ഷെയർസ് ഒന്നും തന്നെ ഇയാൾക്ക് കിട്ടുകയില്ല. പക്ഷേ ഒരു തേർഡ് പേഴ്സണുമായിട്ട് ഈ പാർട്ട്ണർഷിപ്പ് ഫേമിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ ദസ്
നോമിനൽ പാർട്ട്ണർ വിൽ ബി റെസ്പോൺസിബിൾ. അടുത്തത് പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ ഓർ ഹോൾഡിംഗ് ഔട്ട്. സെക്ഷൻ 28 ഇതിനെക്കുറിച്ച് പറയുന്നത്. അതായത് ഇങ്ങനെയുള്ള പാർട്ട്നേഴ്സ് ആക്ച്വലി അവർ ആ പാർട്ട്ണർഷിപ്പുമായിട്ട് അവർക്കൊരു ബന്ധം ഉണ്ടാവില്ല. പക്ഷെ അവർ നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്, ഞാൻ ഈ പാർട്ട്ണർഷിപ്പ് ഫേമിലെ ഒരു പാർട്ട്ണറാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ഈ പറഞ്ഞുകൊണ്ട് നടക്കുക എന്ന് പറയുമ്പോൾ ബൈ വേർഡ്സ് ആവാം, ബൈ ആക്ഷൻ ആവാം, ഓർ ബൈ കണ്ടക്റ്റ് ആവാം. ഇത് കേൾക്കുന്ന ബാക്കിയുള്ള പാർട്ട്നേഴ്സ് അത് തിരുത്താനോ അങ്ങനെയല്ല എന്ന് പറയാനോ അങ്ങനെയൊന്നും നിൽക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള പാർട്ട്ണറിനെയാണ് നമ്മൾ ഈ പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ ഓർ ഹോൾഡിംഗ് ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പാർട്ട്നേഴ്സിന് ഉണ്ടാവുന്ന ഒരു റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരിതിൻ്റെ പാർട്ട്ണർ ആണെന്ന് വിചാരിച്ച് ആരെങ്കിലും ഈ പാർട്ട്ണർഷിപ്പ് ഫേമുമായിട്ട് ഒരു ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നു, അതിലെന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലൊരു ഇഷ്യൂസ് ഉണ്ടാവുമ്പോൾ ഈ പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ അല്ലെങ്കിൽ ഓർ ഹോൾഡിംഗ് ഔട്ടിന് ആ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. ഹി വിൽ ബി ലയബിൾ ഫോർ ദാറ്റ്. ഇനി അടുത്തത് പാർട്ട്ണർ ഇൻ പ്രോഫിറ്റ് ഓൺലി. അപ്പോൾ ഇങ്ങനെയുള്ള പാർട്ട്നേഴ്സ് പ്രോഫിറ്റ് മാത്രമേ ഷെയർ ചെയ്യുന്നുള്ളൂ, വേറെ ഒരു റെസ്പോൺസിബിലിറ്റിയും ഷെയർ ചെയ്യുന്നില്ല. ഈവൻ തേർഡ് പാർട്ടി ആയിട്ട് ഡീൽ ചെയ്യുമ്പോൾ പോലും ഹി വിൽ ബി ലയബിൾ ഫോർ ഓൾ ആക്ട്സ് ഓഫ് പ്രോഫിറ്റ് ഓൺലി. ഹി വിൽ ഷെയർ നൺ ഓഫ് ദ ലയബിലിറ്റീസ്. ഇനി അടുത്തത് മൈനർ പാർട്ട്ണർ. അത് കുറച്ച് അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഷോർട്ട് നോട്ടൊക്കെ ചിലപ്പോൾ ചോദിക്കാം, മൈനർ ആസ് എ പാർട്ട്ണർ. സെക്ഷൻ 30 ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ കോൺട്രാക്റ്റ് ഒക്കെ പഠിച്ചപ്പോൾ കണ്ടതാണ്, ഒരു മൈനറിന് ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ ഒരു കോൺട്രാക്റ്റ് വന്നാൽ അത് വോയിഡ് അബിനീഷ്യമാണ്, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡൗട്ട് തോന്നും, എങ്ങനെയാണ് ഒരു മൈനറിന് പാർട്ട്ണർ ആവാൻ പറ്റുന്നതെന്ന്. പാർട്ട്ണർഷിപ്പ് ആക്റ്റിൽ അതിനുള്ള പ്രൊവിഷൻ ഉണ്ട്. മൈനർ ക്യാൻ ബിക്കം പാർട്ട്ണർ ഫോർ ദ ബെനിഫിറ്റ്സ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ് വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ഓൾ ദ പാർട്ട്നേഴ്സ്. പാർട്ട്ണർ ആവുന്നത് അതിൻ്റെ ബെനിഫിറ്റ്സ് കൈപ്പറ്റാനാണ്. ഇനി അതുപോലെ ഒരു മൈനറിനെ പാർട്ട്ണറാക്കണം എന്നുണ്ടെങ്കിൽ ആ പാർട്ട്ണർഷിപ്പ് ഫേമിലുള്ള എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും കൺസെൻറ്റ് ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ ഒരു മൈനറിനെ ഒരു പാർട്ട്ണർ ആക്കണം എന്നുണ്ടെങ്കിൽ മൈനറിൻ്റെ ഗാർഡിയൻ്റെ കൺസെൻറ്റ് ബൈ ആൻ എഗ്രിമെൻറ്റ് ഷാൽ ബി എക്സിക്യൂട്ടഡ് ത്രൂ ഹിസ് ഗാർഡിയനും ഉണ്ടാവണം. ഇനി എന്തൊക്കെയാണ് ഒരു മൈനറിന് പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഉണ്ടാവുന്ന റൈറ്റ്സ് എന്നാണ് സെക്ഷൻ 30 ക്ലോസ് 2 പറയുന്നത്. ഫസ്റ്റ് വൺ, റൈറ്റ് ടു ഷെയർ പ്രോഫിറ്റ്സ് ഓഫ് ദ ഫേം, റൈറ്റ് ടു ഷെയർ പ്രോപ്പർട്ടി ഓഫ് ദ ഫേം, റൈറ്റ് ടു ഇൻസ്പെക്ട് അക്കൗണ്ട് ഓഫ് ദ ഫേം, റൈറ്റ് ടു ടേക്ക് കോപ്പി ഓഫ് ദ അക്കൗണ്ട്സ്. പ്രോഫിറ്റിൻ്റെ ഷെയർ കിട്ടണം, ഫേമിൻ്റെ പ്രോപ്പർട്ടിയുടെ ഷെയറിൽ റൈറ്റ് ഉണ്ട്. അതുപോലെ പാർട്ട്ണർഷിപ്പ് ഫേമുമായിട്ടുള്ള അക്കൗണ്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കോപ്പി വേണമെങ്കിൽ അത് ചോദിക്കാനും എല്ലാമുള്ള റൈറ്റ് ഈ മൈനറിനുണ്ട്. ഇനി ക്ലോസ് 3 പറയുന്നത് എന്താണ് മൈനറിൻ്റെ ലയബിലിറ്റി എന്നാണ്. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ മൈനറിൻ്റെ ലയബിലിറ്റി എന്താണെന്ന്. ഫസ്റ്റ് വൺ, മൈനർ ഈസ് നോട്ട് പേഴ്സണലി ലയബിൾ. ഒരിക്കലും മൈനർ പേഴ്സണലി ലയബിൾ ആയിരിക്കില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേമിലുള്ള പാർട്ട്നേഴ്സ് എല്ലാവരും കൂടെ എന്തെങ്കിലും ഒരു ഫ്രോഡ് ചെയ്തു, ആ ഫ്രോഡിന് ഒരിക്കലും മൈനർ പേഴ്സണലി ലയബിൾ ആവുന്നില്ല. ആ ഫ്രോഡ് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ കോടതി ഈ പാർട്ട്നേഴ്സിന് എല്ലാവർക്കും ഫൈനൊക്കെ ഇമ്പോസ് ചെയ്താലും നമ്മുടെ മൈനർ അതിന് റെസ്പോൺസിബിൾ ആയിരിക്കില്ല. മൈനറിന് അങ്ങനെയുള്ള യാതൊരുവിധ പേഴ്സണൽ ലയബിലിറ്റിയും വരില്ല. ഹൗവർ, ഷെയർ ഓഫ് മൈനർ ഇൻ ദ ഫേം ഈസ് ലയബിൾ. അതായത് പാർട്ട്ണർഷിപ്പ് ഫേമിൽ മൈനറിന് ഒരു ഷെയർ ഉണ്ടാവില്ല, അത് പ്രോഫിറ്റിൻ്റെ ഷെയർ ആവാം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഷെയറുകളുണ്ടല്ലോ, ആ ഷെയറിന് പക്ഷേ ലയബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പാർട്ട്ണർഷിപ്പ് ഫേം നടത്തുന്ന ബിസിനസ്സിന് വേണ്ടി റോ മെറ്റീരിയൽസ് വാങ്ങിക്കുന്നു, അപ്പോൾ അതിന് കാശ് കൊടുക്കണം. ആ കാശ് എന്ന് പറയുന്നത് ഈ എല്ലാ പാർട്ട്നേഴ്സ് ഇൻക്ലൂഡിങ് മൈനർ എല്ലാവരും കൂടെ ചേർന്നിട്ട് തങ്ങളുടെ ഷെയറിൽ നിന്ന് കാശ് കൊടുത്തിട്ടാണ് റോ മെറ്റീരിയൽസ് പേ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ലയബിലിറ്റീസ് മൈനറിനുണ്ട്. ഇനി സെക്ഷൻ 30 ക്ലോസ് 5 ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ മൈനർ മെജോറിറ്റി അറ്റൈൻ ചെയ്തു, അതായത് പ്രായപൂർത്തിയായി, പിന്നീട് പുള്ളിയുടെ ലയബിലിറ്റീസും കാര്യങ്ങളും എങ്ങനെയായിരിക്കും ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈനർ മെജോറിറ്റി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് 6 മാസത്തിനുള്ളിലോ അല്ലെങ്കിൽ മെജോറിറ്റി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്നാണോ ഇയാൾ അറിയുന്നത് ഞാനൊരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പാർട്ട്ണറാണ് എന്ന്. കാരണം ചിലപ്പോൾ മൈനർ ആയിരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് അറിയണം എന്നുണ്ടാവില്ല, ഗാർഡിയൻ അല്ലേ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പം മൈനർ ഇതിനെക്കുറിച്ചൊന്നും ബോധേഡ് ആയിരിക്കില്ല, പാർട്ട്ണർഷിപ്പിലുണ്ടെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് ഞാൻ അനുഭവിക്കുന്നുണ്ടെന്നോ ഒന്നും അറിയണം എന്നില്ല. അപ്പോൾ ചിലപ്പോൾ പ്രായപൂർത്തിയായി കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കാം ഇത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏതാണോ ലേറ്റർ മനസ്സിലാക്കിയത് അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ മൈനർ
6 മന്ത്സിനുള്ളിൽ, മെജോറിറ്റി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള 6 മന്ത്സിനുള്ളിലോ അല്ല താനൊരു പാർട്ട്ണർ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷമുള്ള 6 മാസത്തിനുള്ളിലോ ഒരു പബ്ലിക് നോട്ടീസ് ഈ മൈനർ കൊടുക്കണം. അതായത് താൻ ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പാർട്ട്ണറായിട്ട് തുടരുന്നു അല്ലെങ്കിൽ തുടരുന്നില്ല എന്ന് പറഞ്ഞിട്ടോ ഒരു പബ്ലിക് നോട്ടീസ് കൊടുക്കണം. ആ പബ്ലിക് നോട്ടീസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പിന്നീട് ഇയാളുടെ ആ പാർട്ട്ണർഷിപ്പ് ഫേമുമായിട്ടുള്ള റിലേഷൻഷിപ്പും ലയബിലിറ്റീസും എല്ലാം വരുന്നത്. ഇനി 6 മാസത്തിനുള്ളിൽ നോട്ടീസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഹി ഷാൽ ബിക്കം എ പാർട്ട്ണർ ഇൻ ദ ഫേം ഓൺ ദ എക്സ്പയറി ഓഫ് സെറ്റ് മന്ത്. ഇനി അടുത്തത് ക്ലോസ് 7 എന്താണ് പറയുന്നത് നോക്കാം. വേർ സച്ച് പേഴ്സൺ ബിക്കം എ പാർട്ട്ണർ. ഇനി അയാൾ പാർട്ട്ണർ ആവാൻ തീരുമാനിച്ചു. അപ്പം അതുവരെ കുറേ ലയബിലിറ്റീസിൽ നിന്നെല്ലാം ഈ മൈനറിന് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. പാർട്ട്ണർ ആവാൻ തീരുമാനിച്ചു കഴിഞ്ഞ ആ മൊമെൻറ്റ് മുതൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ക്ലോസ് 7 പറയുന്നത്. ഫസ്റ്റ് വൺ, his right and liabilities as a minor continue up to the date on which he becomes a partner. മെജോറിറ്റി അറ്റൈൻ ചെയ്തിട്ട് കാര്യമില്ല, അയാൾ പാർട്ട്ണർ ആവാൻ തീരുമാനിക്കുന്ന ആ ഡേയ്സ് മുതലാണ് അയാളുടെ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുവരെ അയാൾക്ക് ആ മൈനറിൻ്റെ രീതി തന്നെയായിരിക്കും പോകുന്നത്. സെക്കൻഡ് വൺ പറയുന്നത്, ഹി ഓൾസോ ബിക്കംസ് പേഴ്സണലി ലയബിൾ ടു തേർഡ് പേഴ്സൺ ഫോർ ഓൾ ആക്ട് ഓഫ് ദ ഫേം ഡൺ സിൻസ് ഹി വാസ് അഡ്മിറ്റഡ് ടു ദ ബെനിഫിറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ്. അയാളെ പാർട്ട്ണറായിട്ട് അഡ്മിറ്റ് ചെയ്ത ആ ടൈം മുതൽ ഒരു തേർഡ് പേഴ്സണുമായിട്ടുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളിലും ഇയാളും പേഴ്സണലി ലയബിൾ ആകും. അടുത്തത് പറയുന്നത്, ഈ മൈനർ ആയിരുന്നപ്പോഴും ഇയാൾക്ക് കുറച്ച് ഷെയർസും പ്രോഫിറ്റ്സും ഒക്കെ ഈ പാർട്ട്ണർഷിപ്പ് ഫേമുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. അതിലെന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ ഇവരെന്തെങ്കിലും ഒരു എഗ്രിമെൻറ്റ് വെക്കുകയോ എന്തെങ്കിലും ചെയ്യണം. ഇനി ക്ലോസ് 8 പറയുന്നത്, വേർ സച്ച് പേഴ്സൺ എലക്ട് നോട്ട് ടു ബിക്കം എ പാർട്ട്ണർ. ഈ പാർട്ട്ണർ ആവണ്ട എന്ന് തീരുമാനിച്ചു, പിന്നെ എങ്ങനെയായിരിക്കും അയാളുടെ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്നുള്ളതാണ്. ഹിസ് റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഷാൽ കണ്ടിന്യൂ ടു ബി ദോസ് ഓഫ് എ മൈനർ അണ്ടർ ദ സെക്ഷൻ അപ് ടു ദ ഡേറ്റ് ഓൺ വിച്ച് ഹി ഗീവ് പബ്ലിക് നോട്ടീസ്. പബ്ലിക് നോട്ടീസ് അയാൾ കൊടുക്കുന്ന ടൈം വരെ, അതായത് ഞാൻ ഈ പാർട്ട്ണറായിട്ട് നിൽക്കുന്നില്ല എന്നുള്ള പബ്ലിക് നോട്ടീസ് കൊടുക്കുമല്ലോ, ആ ടൈം വരെ അയാൾക്ക് ആ മൈനറിൻ്റെ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് തന്നെയായിരിക്കും. അതുപോലെ ഹിസ് ഷെയർസ് ഷാൽ നോട്ട് ബി ലയബിൾ ഫോർ എനി ആക്ട് ഓഫ് ദ ഫേം ഡൺ ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് ദ നോട്ടീസ്. നോട്ടീസിന് ശേഷം എന്തെങ്കിലും സംഭവിച്ചാൽ ഹി ഈസ് നോട്ട് റെസ്പോൺസിബിൾ. പക്ഷെ ആ ടൈം വരെ മാത്രമാണ് അയാൾക്ക് റെസ്പോൺസിബിലിറ്റി ഉള്ളൂ. Next, he shall be entitled to sue the partners for his share of the property and profits. തൻ്റെ പ്രോഫിറ്റ്സും പ്രോപ്പർട്ടിയും എല്ലാം തിരികെ കിട്ടാൻ വേണ്ടിയിട്ട് he can sue the partners.